ശങ്കറും രാംചരണും ഒന്നിച്ച പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രം ഗെയിം ചേഞ്ചർ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങളിലൊന്നായിരുന്നു. മികച്ച ബോക്സ് ഓഫീസ് കളക്ഷൻ ലഭിക്കുന്നതിൽ നിന്ന് ചിത്രം പരാജയപ്പെട്ടു. 400 കോടി മുടക്കിയ ചിത്രം 186 കോടി മാത്രമാണ് നേടിയത്. നേരത്തെ ചിത്രത്തിന്റെ എഡിറ്റർ ഷമീർ മുഹമ്മദ് സംവിധായകൻ ശങ്കറിനൊപ്പം പ്രവർത്തിച്ചതിൽ നിരാശ പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ നിർമ്മാതാവ് ദിൽരാജു രംഗത്തെത്തിയിരിക്കുകയാണ്. ഗെയിം ചേഞ്ചർ തനിക്ക് സംഭവിച്ച തെറ്റാണെന്ന് നിർമ്മാതാവെന്ന നിലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരമൊരു പ്രോജക്റ്റ് എടുക്കാൻ പാടില്ലായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വലിയ സംവിധായകരുമായി വർക്ക് ചെയ്യുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ വരും. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും. സിനിമ 4.5 മണിക്കൂർ ഉണ്ടായിരുന്നുവെന്ന എഡിറ്ററിന്റെ പ്രസ്താവന സത്യമാണ്. വലിയ സംവിധായകരുമായി വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. ഏതെങ്കിലും തെറ്റായി സംഭവിക്കുമ്പോൾ അത് നിർത്തുക എന്നത് നിർമ്മാതാവിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ എനിക്ക് അതിന് സാധിച്ചില്ല. അതെന്റെ പരാജയമാണ്. അത് ഞാൻ അംഗീകരിക്കണം. അത്തരമൊരു പ്രോജക്റ്റ് എടുക്കാൻ പാടില്ലായിരുന്നു. ഗെയിം ചേഞ്ചർ ഒരു തെറ്റായിരുന്നു. എന്റെ നിലപാടുകൾ കൃത്യമായി കോൺട്രാക്റ്റിൽ പറയണമായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞില്ല. ഇതെനിക്ക് പറ്റിയ ആദ്യത്തെ തെറ്റാണ്. അത് അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണെന്ന് ദിൽരാജു പറഞ്ഞു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.